നഗരത്തിലെ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് പെൺവാണിഭ സംഘങ്ങളും മയക്കുമരുന്ന് റാക്കറ്റുകളും പ്രവർത്തിക്കുന്നുവെന്ന മന്ദാരം TV റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. നഗരത്തിലെ വിഐപികൾ താമസിക്കുന്ന കോളനിയിൽ ഒരു ആഡംബര വീട് കേന്ദ്രമാക്കിയായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. പിടിക്കപ്പെട്ട പെൺകുട്ടികളെല്ലാം തന്നെ നഗരത്തിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥിനികളാണെന്നുള്ളതാണ് പോലീസിന്റെ ആദ്യ നിഗമനം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ചേട്ടാ സ്റ്റേഷനിലേക്ക് വാ ചേട്ടാ. ബാബു സാറേ, സ്റ്റേഷനിലുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ടോ? സാർ അവിടെ ഉണ്ടല്ലോ അല്ലേ? എന്താണ് നിന്റെ പേര്? എന്താണ് നിന്റെ പേര്? എന്തോന്ന് കോച്ചിങ് ക്ലാസ് ആയിട്ട് നിനക്ക്? അച്ഛനും അമ്മയെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാനായിരിക്കും, എന്നിട്ട് വല്ലവന്റെയും കൂടെ അഴിഞ്ഞാട്ടിട്ട് നിന്റെ. ഓ അത് ശരി. അപ്പൊ ഇതും നിന്റെതാണോ? അവിടെ ബാഗ് ഇറങ്ങി പരിശോധിച്ചോ. ഇട്ട് കളിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. പിടിച്ച് കൊടുത്താക്കണം ഇവരൊക്കെ. എന്താ സംഭവം? ഇമ്മോറൽ ട്രാഫിക് ആണ് സാർ. ഷാഡോ പോലീസ് കൺഫേം ചെയ്താ, അതിനുശേഷം അറസ്റ്റ് ചെയ്തു. ചെയ്തോ വന്ന് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്ക്. ആ ക്ലിനിക്കിൽ ആരെയും വിളിച്ചൊന്ന് കാണിക്കേ. പിന്നീട് പടിയാവുണ്ട്. പെരുമ്പാവൂർ സ്വദേശി സജിമോൻ വാടകയ്ക്കെടുത്തിരുന്ന ആഡംബര വീടുകൾ കേന്ദ്രീകരിച്ച് ദീർഘനാളായി മയക്കുമരുന്ന് വ്യാപാരവും അനാഥായി പോലീസ് കണ്ടെത്തി. പത്രക്കാരെ പിറകെ ക്യാമറയായിട്ട് വന്നില്ലെങ്കിൽ തനിക്കൊന്നും പണിയെടുക്കാൻ പറ്റില്ലേ? തനിക്ക് ആരാ ശമ്പളം തരുന്നത്? സർക്കാരോ ചാനലുകാരോ? ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. എന്തൊരു ശുഷ്കാന്തി! സകല കാര്യങ്ങളും വിസ്തരിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ചാനൽ നോക്കിയിട്ട് FIR തയ്യാറാക്കാം. താനൊക്കെ എന്നാടോ നന്നാവുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പത്രക്കാരെയും ടിവിക്കാരെയും കണ്ട് കവാത്ത് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് എന്റെ സ്റ്റേഷനിൽ നടക്കില്ല. സകല എണ്ണം പണി മേടിച്ചു കൂട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. ബോധം കെട്ട് വീണ പെൺകുട്ടി ആ ഗ്യാങ്ങിലുള്ളതല്ല. പിന്നെ അവർക്കാർക്കും ആ പെൺകുട്ടിയെ അറിയത്തില്ല. എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് ബസ് കാത്തുന്ന പെൺകുട്ടിയാ. നമ്മൾ അബദ്ധത്തില്. ആരാ ഈ CPO? ഇതാരാണ്? CPO സുമതി. വിളിക്കവരെ. എന്തായത്? തനിക്ക് സസ്പെൻഷൻ കേട്ടോ. ഈ കുട്ടി ഇന്നസെന്റാ, പക്ഷെ അവരുടെ മുഖം ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക. താൻ ഒരൊറ്റ ഒരുത്തി കാരണം. സാർ, ആ പെൺകുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് നമ്മളാ. ഇതൊരു ഇഷ്യൂ ആയിട്ടുണ്ടല്ലോ. അയാൾ വീട്ടിലിരിക്കും. ഉറപ്പാ. വിളിക്കും. ചേട്ടാ, സാറ് വിളിക്കുന്നു. വാ ഇരിക്കും.
അപ്പച്ചന് കുടിക്കാൻ എന്തെങ്കിലും? റെയ്ഡിനിടയിൽ ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ചൊരു സ്ട്രഗിൾ വന്നു. അവിടെ വെച്ച് അബദ്ധത്തിലായി ഈ കുട്ടിയെ പിടിച്ചത്. കേസൊന്നും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാര്യം മനസ്സിലായപ്പോൾ ഉടൻ പറഞ്ഞുവിടാൻ പറയുകയും ചെയ്തു. കുറച്ചു നേരം ഒന്ന് ടെൻഷൻ അടിച്ചു അല്ലേ? ദാസേ, ഇവരെ നമ്മുടെ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുവിടും. വേണ്ട സാർ, ഓട്ടോയിലാണ് വന്നത്. ഓട്ടോയിൽ പോയി സാർ. കണ്ണി കൊള്ളേണ്ടത് പുരുകത്തുകൊണ്ടെന്ന് കരുതിയാൽ മതി. എന്തായാലും കൊച്ചിന് ദൈവാധീനമുണ്ട്. അതല്ലേ പോലീസുകാർക്ക് സത്യം ബോധ്യമായത്. അല്ലെങ്കിൽ സത്യം തെളിയിക്കാൻ നമ്മൾ വീണ്ടും നടക്കേണ്ടി വരും. എനിക്ക് അവളെ പണ്ടേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇദ്യാനോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ചോദിച്ചു നോക്കും. എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാൻ പിന്നെ പുള്ളി ഒരു അയ്യോബാവയാന്ന് വിട്ടുകളൊക്കെ. എന്തോന്ന് അയ്യോബാബം, ഓണോ മാനം വിട്ട വർഗ്ഗങ്ങൾ. നാളെ നേരം വെളുക്കുമ്പോ പറഞ്ഞു വിട്ടോന്ന് കുട്ടികളെ. എന്റെ പുതിയ വീഡിയോ പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റിയാന്ന് പോലീസുകാരൻ തന്നെ പറയണ്ടേ? ഞങ്ങൾ ടി വി കണ്ടായിരുന്നു. ഒന്നുമില്ല. നാളെ നേരം എടുക്കുമ്പോൾ എല്ലാവരും സത്യം മനസ്സിലാവും. കരയല്ലേ നമ്മളെ, കരയല്ലേ?